അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഖാല അഖ്ബല റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ഉബായിഉക അലൽ ഹിജ്റത്തി വൽ ജിഹാദ് അബ്താഇൽ അജ്റ മിനല്ലാഹ്. ഖാല ഫഹൽ മിൻ വാലിദൈക അഹദുൻ ഹയ്യിൻ? ഖാല നഅം ബൽ കിലാഹുമ. ഖാല ഫതബ്താഇൽ അജ്റ മിനല്ലാഹ്? ഖാല നഅം. ഖാല ഫർജിഅ ഇലാ വാലിദൈക ഫഅഹ്സിൻ സുഹ്ബതഹുമ. ഇമാം ബുഖാരിയും മുസ്ലിമും നസായിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. മാതാപിതാക്കൾ എങ്ങനെയാണ് നമ്മുടെ സ്വർഗത്തിൻ്റെ താക്കോലുകളായിത്തീരുന്നത് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരാൾ വന്നിട്ട് ചോദിച്ചു പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പാലായനം ചെയ്യാമെന്നും അവൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെടാമെന്നും ഞാൻ അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഫഹൽ മിൻ വാലിദൈക അഹദുൻ ഹയ്യിൻ? താങ്കളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതേ ഉണ്ട്, 2 പേരും ജീവിച്ചിരിപ്പുണ്ട്. അപ്പം പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഫതബ്തായിൽ അജ്റ മിനല്ലാഹ്, എങ്കിൽ താങ്കൾ അള്ളാഹുവിൻ്റെ പ്രീതി പ്രതിഫലം ആഗ്രഹിച്ചാണല്ലോ താങ്കൾ വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാം അതേ റസൂലേ. അപ്പം പ്രവാചകൻ മറുപടി പറയാണ്, ഫർജിഅ ഇലാ വാലിദൈക വഅഹ്സിൻ സുഹ്ബതഹുമ. അങ്ങനെയെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചാണ് താങ്കൾ വന്നതെങ്കിൽ താങ്കൾ താങ്കളുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങിപ്പോവുക, അവരോടുള്ള സഹവാസം നന്നാക്കി തീർക്കുകയും ചെയ്യുക. മാതാപിതാക്കളോട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എല്ലാം വെടിഞ്ഞ് പലായനം ചെയ്യുന്നതിനേക്കാളും ജീവൻ തന്നെ സമർപ്പിക്കേണ്ടി വരുന്ന ധർമ്മസമരത്തെക്കാളും പ്രധാനം ഒരാൾ തൻ്റെ മാതാപിതാക്കളെ പരിചരിക്കലാണ് എന്നാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുകളും ബാധ്യതകളുമുള്ളത് അവൻ്റെ മാതാപിതാക്കളോടാണ്. ദീനിൽ ദൈവാരാധന പോലെ പ്രധാനമാണ് മാതാപിതാക്കളോടുള്ള സൽപ്പെരുമാറ്റവും. ഖുർആനിൽ പലയിടങ്ങളിലും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നും കൽപ്പിക്കുന്നത് നമുക്ക് കാണാം. സൂറ ഇസ്രായിൽ ആ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മ യബ്ലുവന്ന ഇൻദകൽ കിബരി അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമ. അവരോട് മാന്യമായി സംസാരിക്കണം. അവരൊരാളോ 2 പേരോ നിൻ്റെ അധീനതയിൽ നിൻ്റെ സംരക്ഷണത്തിലാവുകയാണെങ്കിൽ അവരോട് നീ നല്ല നിലയിൽ പെരുമാറണം. അവരോട് മുഖം കറുപ്പിച്ച് സംസാരിക്കാൻ പാടില്ല. അവർക്ക് അനിഷ്ടകരമായി തോന്നുന്നൊരു വാക്കുപോലും അവരോട് പറഞ്ഞു പോകരുത് എന്ന് നിൻ്റെ നാഥൻ നിന്നോട് വിധിച്ചിരിക്കുന്നു എന്നാണ് അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. അപ്പോൾ തനിക്ക് ജീവിതം തന്നെ തന്നിട്ടുള്ള സൃഷ്ടികർത്താവിനെയും ജന്മം തന്ന മാതാപിതാക്കളെയും ഒരു ഘട്ടത്തിലും വിസ്മരിക്കാൻ പാടില്ല എന്നാണ് ഇതിനർത്ഥം. തീർത്താൽ തീരാത്ത കടപ്പാടുകളാണ് ഓരോ വ്യക്തിക്കും തൻ്റെ മാതാപിതാക്കളോടുള്ളത്. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതും അവരുടെ അനിഷ്ടം സമ്പാദിക്കുന്നതും അള്ളാഹുവിൻ്റെ കോപം ക്ഷണിച്ചു വരുത്തുന്ന ഗുരുതരമായ പാതകങ്ങളാണ്. അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുക്കണമെങ്കിൽ മാതാപിതാക്കളുടെ ഇഷ്ടം നേടിയെടുത്തേ മതിയാവൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളും അവരുടെ മാതാപിതാക്കളും എന്ന നിലക്കാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ശ്രദ്ധ ചെന്നെത്തുക. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് വൃദ്ധരായ മാതാപിതാക്കളെയാണ്. മക്കളുടെ സംരക്ഷണത്തിലും അധീനതയിലും എത്തിച്ചേരുന്ന വൃദ്ധരായ മാതാപിതാക്കളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, മൻ അസ്ബഹ മുത്തീഅൻ ഫി വാലിദൈഹി അസ്ബഹ ലഹു ബാബാനി മഫ്തൂഹാനി മിനൽ ജന്ന വമൻ അസ്ബഹ ആസിയൻ ലില്ലാഹി ഫി വാലിദൈഹി അസ്ബഹ ലഹു ബാബാനി മഫ്തൂഹാനി മിനന്നാർ വഇൻ കാന വാഹിദൻ ഫവാഹിദ. ഖാല റജുലു വഇൻ ലലമാഹു ഖാല വഇൻ ലലമാഹു വഇൻ ലലമാഹു വഇൻ ലലമാഹു.
മാതാപിതാക്കളെ അനുസരിച്ചും പ്രീതിപ്പെടുത്തിയുമാണ് ഒരാൾക്ക് പ്രഭാതമാവുന്നതെങ്കിൽ, രാവിലെ അദ്ദേഹം എഴുന്നേൽക്കുന്നത് മാതാപിതാക്കളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ, അയാൾക്ക് വേണ്ടി സ്വർഗ്ഗലോകത്തേക്ക് 2 കവാടങ്ങൾ അള്ളാഹു തുറന്നു വെക്കും. ഇനി മാതാപിതാക്കളിൽ ഒരാളാണെങ്കിൽ ഒരു കവാടം അദ്ദേഹത്തിന് വേണ്ടി തുറന്നു വെക്കും. ഇനി മാതാപിതാക്കളുടെ അനിഷ്ടം സമ്പാദിച്ചുകൊണ്ടാണ് ഒരാൾ എഴുന്നേൽക്കുന്നതെങ്കിൽ, രാവിലെ എഴുന്നേൽക്കുന്നതെങ്കിൽ, അയാൾക്ക് വേണ്ടി നരകലോകത്തേക്ക് 2 വാതിലുകൾ അള്ളാഹു തുറന്നു വെക്കും. അപ്പോൾ ഇദ്ദേഹം പ്രവാചകനോട് ചോദിക്കുകയാണ്, അള്ളാഹിൻ്റെ ദൂതരെ, അവർ ഈ മാതാപിതാക്കൾ അവനെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചവരായിട്ടാണെങ്കിലോ? റസൂൽ 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു, അവർ അവനെ ഉപദ്രവിച്ചവരാണെങ്കിലും ശരി. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും, എന്തെങ്കിലും പ്രയാസങ്ങൾ, അരുതായ്മകൾ, അനിഷ്ടങ്ങൾ സംഭവിക്കേണ്ടി വന്നാലും, അവരുടെ കണ്ണുനീരോ അവരുടെ വേദനയോ അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടോ ഒരാളും ഒരു നിമിഷം പോലും തങ്ങളുടെ മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരവസ്ഥക്ക് ഇടവരുത്താൻ പാടില്ല എന്ന് വളരെ കർശനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബോധിപ്പിക്കുകയാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, മാംസം വീണാൽ വെന്തു പോകുന്ന തരത്തിൽ കഠിന ചൂടുള്ള മരുഭൂമിയിലൂടെ എൻ്റെ മാതാവിനെയും ചുമലിലേറ്റി ദീർഘദൂരം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അവരോടുള്ള ബാധ്യത ആ കർമ്മത്തിലൂടെ ഞാൻ പൂർത്തീകരിച്ചുവോ? എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെ ഉച്ചവെയിലിൻ്റെ സമയത്ത് എൻ്റെ മാതാവിനടുത്ത് ഞാൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അവരോടുള്ള ബാധ്യത എനിക്ക് തീരുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ അതിന് മറുപടി പറഞ്ഞത്, പ്രസവ സമയത്ത് അവർ നിനക്ക് വേണ്ടി സഹിച്ച വേദനകളിൽ ഒന്ന് ഒരു പക്ഷേ അത് പരിഹാരമായേക്കാം, അത്ര മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ മാതാപിതാക്കൾ പ്രായമാവുമ്പോൾ പലതരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടായെന്ന് വരാം. നമ്മുടെ പല ഇഷ്ടങ്ങൾക്കും പല താല്പര്യങ്ങൾക്കും പല ആഗ്രഹങ്ങൾക്കും അവരേതെങ്കിലും അർത്ഥത്തിൽ തടസ്സമായേക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ അവരോട് കയർക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, അങ്ങേയറ്റത്തെ കാരുണ്യത്തോടും ക്ഷമയോടും വിവേകത്തോടും കൂടി അവരോട് പെരുമാറണം. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നത് മഹാപാപമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്. അല ഉനബ്ബിഉക്കും ബി അക്ബരിൽ കബായിറ സലാസൻ ഖുൽന ബലാ യാ റസൂലല്ലാഹ് ഖാല അൽ ഇശ്റാഖു ബില്ലാഹ് വ ഉഖൂഖുൽ വാലിദൈൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിച്ചു, വൻ പാപങ്ങളിൽ ഏറ്റവും ഗുരുതരം ഏതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? 3 വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യം ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞു, അതേ റസൂലെ, ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. പ്രവാചകൻ പറയാണ്, ഒന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, രണ്ടാമത്തത് മാതാപിതാക്കളെ ദ്രോഹിക്കലാണ്. അപ്പോൾ മാതാപിതാക്കളെ ദ്രോഹിക്കുന്നത് വൻ പാപമാണ് എന്നുകൂടി ഹദീസ് പറഞ്ഞു വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബുക്കാ ഉൽ വാലിദൈനി മിനൽ ഉക്കൂക്കി വൽ കബായിർ. മാതാപിതാക്കളെ കരയാനിടവരുത്തൽ അവരെ ഉപദ്രവിക്കലും മഹാപാപവുമാകുന്നു. പുതിയ കാലഘട്ടത്തിൽ നമുക്കറിയാം, മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളുകയും അവരെ നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും അവരോട് കയർത്ത് സംസാരിക്കുകയും ചെയ്യുക എന്നതൊക്കെ ഒരു സാമാന്യ രീതിയിലുള്ള നിലപാടായിട്ട് മാറിയിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ കാലം അതാണ്. സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും ആര് എതിര് നിൽക്കുന്നുവോ അവരെല്ലാം തൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുക എന്ന ഒരു രീതിയിലേക്കാണ് പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പഴയ ആളുകളും വ്യത്യസ്തരല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലിയ പാപം, വലിയ ഒരു തെറ്റ് നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്നതിനെ നമ്മിൽ നിന്ന് തടുക്കുമാറാവട്ടെ. വളരെ ജാഗ്രതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് പ്രായമെത്തിയ മാതാപിതാക്കളുടെ കാര്യത്തിൽ നമ്മൾ നിലപാടെടുക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗം നേടിയെടുക്കുന്നിടത്ത് മാതാപിതാക്കൾ കാരണക്കാരായി തീരാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ. നമുക്ക് നേരെ നരകത്തിൻ്റെ കവാടങ്ങൾ തുറന്നു വെക്കുന്നതിൽ നിന്നും നമ്മുടെ മാതാപിതാക്കൾ കാരണമായി തീരുന്നതിൽ നിന്ന് കാരുണ്യവാൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.